ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ അവസാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ശ്രുതിയും അതുപോലെ തന്നെ സുധിയും പരസ്പരം രണ്ടുപേരുടെയും മേലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പഴി ചാരിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതിയെ മനസ്സിലാക്കാതെ ആരുമില്ലാത്ത ആ വീട്ടിൽ താനും തന്നെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നേരെ ചെല്ലുന്നത് വിമലയുടെ അരികിലേക്കാണ്. അതേസമയം ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം ചന്ദ്രയുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. അവളിപ്പോ പറയാതെ ഇറങ്ങി പോകാനൊക്കെ തുടങ്ങിയതാണ് ചന്ദ്ര ആദ്യം ചോദിക്കുന്നത്. അതിനുശേഷം അവള് എങ്ങനെയാണ് പോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ടാണോ പോയെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഇല്ല, വെറും ഒരു ഹാൻഡ് ബാഗ് മാത്രം എടുത്തിട്ടാ പോയെന്ന് ശ്രുതി പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ അവൾ തിരികെ വന്നോളൂ എന്ന് പറയുകയാണെ. പക്ഷെ ഇവരുടെ സംസാരം കേട്ടിട്ട് രവിക്ക് അത്ര ഡൈജസ്റ്റ് ആവുന്നൊന്നുമില്ല. ശ്രുതിയുടെ അടുത്ത് അവളെ പോയിട്ട് അന്വേഷിച്ചിട്ട് തിരികെ കൂട്ടിക്കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അമ്മ പറയുന്ന വാക്കിന്റെ അപ്പുറത്തേക്ക് കിടക്കാത്ത മോനാണെങ്കിൽ ചന്ദ്ര പറയുന്നത് കേട്ടിട്ട് അവിടെ തന്നെ ഇരിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ശ്രുതി വീട്ടിലെത്തിയിട്ട് അമ്മയുടെ അടുത്ത് സങ്കടങ്ങളെല്ലാം പറയുന്നുണ്ട്. ശ്രുതി മാത്രമല്ലല്ലോ, ശ്രുതിയും കൂടി ചേർന്നിട്ടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്റെ അമ്മായിയമ്മ നിന്നെ മാത്രം ശിക്ഷിച്ച തെറ്റ് തന്നെയാണ്. പക്ഷേ എത്രയാണെന്നുണ്ടെങ്കിലും അവരുടെ മകനെ വിട്ടുകൊടുത്തിട്ട് സംസാരിക്കില്ലല്ലോ. അത് മാത്രമല്ല, നീ ഒരിക്കലും ശ്രുതിയെ കുറിച്ചിട്ട് അങ്ങനെ മോശപ്പെടുന്ന രീതിയിൽ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് സംസാരിച്ചതും തെറ്റ് തന്നെയാണെന്നൊക്കെ വിമല പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ വന്നിട്ട് നീ ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കണ്ട. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഒരിക്കലും നീ ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു. അവിടെ തന്നെ നിന്നിട്ട് അവരെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, നിന്റെ ജീവിതം ഇല്ലാതാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി വീണ്ടും തിരികെ വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. വന്നിട്ടും ശ്രുതിയെ അത്ര നല്ല രീതിയിലൊന്നും അല്ല കേട്ടോ ചന്ദ്ര ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ രേവതിയെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ശ്രുതിയും ട്രീറ്റ് ചെയ്യുന്നത്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് അരികിലേക്ക് പോലും പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയോ സംസാരിക്കാൻ അനുവദിക്കുകയോ ഒന്നും ചെയ്യാതെ മാറ്റി നിർത്തും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ ചന്ദ്ര. അതിനിടയ്ക്ക് നമ്മുടെ വർഷയാണെങ്കിൽ ഇങ്ങനെ നോർമലി അമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. മഹിമയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ മഹിമയുടെ സംസാരം അറിയാലോ, കുറച്ച് കളിയാക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കുമല്ലോ. അത് കേട്ട് ദേഷ്യം പിടിച്ച ശ്രുതിയാണ് നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യത്തിൽ ഇടപെടുന്നതൊക്കെ ചോദിച്ചിട്ട് ദേഷ്യത്തിൽ ഫോൺ വെക്കുന്നുണ്ട്. മഹിമ അതേ കറക്റ്റ് സംഭവം ചന്ദ്രയെ വിളിച്ചിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ഞാനെന്താ ഈ വീട്ടിലെ ആളല്ലേ, പിന്നെ ശ്രുതി എന്താണ് എന്റെ അടുത്ത് മര്യാദ ഇല്ലാതെ സംസാരിച്ചെന്നുള്ള കാര്യമൊക്കെ മഹിമ ചന്ദ്രയ്ക്ക് കൊളുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ മഹിമയുടെ വാക്കും കേട്ടിട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ തിരികെ വീണ്ടും വന്നിട്ട് ശ്രുതിയെ നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നീ ഓരോരോ കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോ ആലോചിക്കണായിരുന്നു, ഈ വീട്ടിലെ അംഗം എന്നുള്ള രീതിയിൽ മഹിമ നിന്റെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുക തന്നെ ചെയ്യും. അതിന് മര്യാദ ഇല്ലാതെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാന്നുള്ള കാര്യം നീ ശരിക്കും അറിയുന്നൊക്കെ പറയാണേ. അങ്ങനെ ചന്ദ്ര ദേഷ്യം പിടിച്ചിട്ട് മുറിയിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം വർഷയ്ക്ക് നേരെയാണ് കേട്ടോ നമ്മുടെ ശ്രുതി ചെന്നിട്ട് ദേഷ്യപ്പെടുന്നത്. വർഷയല്ലേ ആള്, ശ്രുതി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കോ. രണ്ടുപേരും നമ്മൾ നല്ല പൊരിഞ്ഞ അടി പോലെ ആവുന്നുണ്ട്. പക്ഷെ ഒരു വിധത്തില് രേവതി പിടിച്ച് രണ്ടുപേരെയും മാറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതുവരെയുള്ള എപ്പിസോഡിന്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐക്കട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം കേട്ടോ. ശ്രുതിയെ കാണാത്തത് കൊണ്ട് തന്നെ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയുടെ കോളാണെന്ന് കാണുമ്പോൾ ശ്രുതി ആണെങ്കിൽ ഒന്ന് മടിക്കുന്നുണ്ട്. ഫുൾ റിംഗ് ചെയ്തിട്ടും ശ്രുതി ഫോൺ എടുക്കുന്നില്ല. എന്തിനായിരിക്കും ഇപ്പൊ ശ്രുതി വിളിച്ചിട്ടുണ്ടാവുക? എന്തായാലും അമ്മയെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, ശ്രുതിയുടെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രയെ വിളിക്കാനായിട്ട് ശ്രുതി ചെയ്യുന്നത്. ചന്ദ്ര കോൾ അറ്റൻഡ് ചെയ്ത് ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് എന്തിനാ വിളിച്ചെന്നുള്ള കാര്യം. അമ്മേ, ശ്രുതി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അവള് എന്റെ ദേഷ്യം പോകാൻ വേണ്ടിയിട്ട് നിന്റെ അടുത്ത് വക്കാലത്ത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ ഇത്ര നേരം കാണാത്തത് കൊണ്ട് അവള് വിളിച്ചതായിരിക്കും അമ്മയെന്ന് പറയുന്നുണ്ട്. ശ്രുതി വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുന്നത് കണ്ടിട്ടായിരിക്കും ശ്രുതി വിളിച്ചതെന്നുള്ള കാര്യം ചന്ദ്രയുടെ അടുത്ത് ശ്രുതി പറയുന്നുണ്ടെങ്കിലും എന്താ നീ എല്ലാ കാര്യവും അവളടുത്ത് പറഞ്ഞിട്ട് വേണോ ചെയ്യാനെന്നാണ് ചന്ദ്ര തിരിച്ചു ചോദിക്കുന്നത്. അത് മാത്രമല്ല ശ്രുതിയുടെ അടുത്ത് ഇന്ന് കടയിൽ നിന്ന് വരണ്ട എന്നും കൂടി പറയാണേ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അല്ല, നീയല്ലേ പറഞ്ഞത് എന്തൊക്കെ സ്റ്റോക്ക് ഒക്കെ വരാനുണ്ട് എന്നുള്ള കാര്യം. അതമ്മ ഇവിടുത്തെ സ്റ്റാഫ് നോക്കിക്കോളുന്ന ശ്രുതി പറയാണേ. ഇത് കേട്ട് ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നത് മറ്റുള്ളവരുടെ വാക്കും കേട്ടിട്ട് നീ പറ്റിക്കപ്പെട്ടത് പോരാഞ്ഞിട്ടാണോ ഇനിയും മറ്റുള്ളവരെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്? അതുകൊണ്ട് നീ അവിടെ തന്നെ നിന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ മതി. അമ്മേ, ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല എന്ന് ശ്രുതി പറയുമ്പോൾ അവിടെയുള്ള ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറന്റ് പോയിട്ട് ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ള കാര്യം കൂടി ചന്ദ്ര അവനെ അറിയിക്കുകയാണ്. ഇനിയിപ്പോ ശ്രുതി വിളിച്ചു കഴിഞ്ഞാൽ അമ്മ ഞാൻ ഫോൺ എടുക്കണോ എന്നുള്ള പെർമിഷനും കൂടി അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് സംസാരിച്ചോ എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ചന്ദ്രയുടെ കോള് വെച്ച ഉടനെ തന്നെ ശ്രുതി വീണ്ടും ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നത് എന്താണ് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും താമസം എന്നാണ്. ഞാൻ ഒരു കസ്റ്റമർ അടുത്ത് സംസാരിക്കായിരുന്നു. സാധാരണ കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിലും എന്റെ കോള് കണ്ടു കഴിഞ്ഞാൽ കസ്റ്റമറെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ശ്രുതി കോൾ അറ്റൻഡ് ചെയ്യുന്നതാണല്ലോ. ഇപ്പൊ ശ്രുതിക്ക് എന്ത് പറ്റി? അതിന് മറുപടി ഒന്നും പറയാതെ ശ്രുതി മിണ്ടാതെ തന്നെ നിൽക്കുവാണേ. ശരി, നീ എപ്പോഴാണ് വീട്ടിലേക്ക് വരുക? ഞാൻ ശ്രുതി നിന്റെ
അടുത്താണ് ചോദിക്കുന്നത് എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നതെന്ന്. അതിലൊന്നും മറുപടി പറയാതെ അമ്മയ്ക്ക് ദേഷ്യം കുറഞ്ഞോ എന്നുള്ള കാര്യമാണ് ശ്രുതി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ആന്റിക്ക് ഇതുവരെ ദേഷ്യമൊന്നും പോയിട്ടില്ല, ഞാൻ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും എന്റെ നേർക്ക് എരിഞ്ഞു വീഴുവാണെന്ന് പറയാണേ. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം പോയി കാണില്ല. ഞാൻ എന്തായാലും ഇന്ന് വരുന്നില്ല എന്നുള്ള കാര്യം കൂടി ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി വരുന്നില്ല എന്നുള്ള കാര്യം കേട്ട ഉടനെ തന്നെ കാര്യം അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിവിടെ ജോലിയുണ്ട്, ഇന്ന് ഒരുപാട് സ്റ്റോക്കുകളൊക്കെ വരുന്നുണ്ട്, അതെല്ലാം ചെക്ക് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ഞാൻ തന്നെ എൻട്രി ചെയ്യണം എന്നുള്ള കാര്യം ശ്രുതി പറയുകയാണേ. ഇത്രനാൾ ശ്രുതി ഇതൊന്നും ശ്രുതിയല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ പേര് പറഞ്ഞിട്ട് അവനല്ലേ എന്ന് ചോദിക്കുകയാണേ. ഇപ്പൊ ഞാൻ ചെയ്താൽ എന്താണ് കുഴപ്പം, എന്താ എനിക്കതൊന്നും നോക്കാൻ അറിയില്ല എന്നാണോ ശ്രുതി നീ പറയുന്നതെന്ന് ശ്രുതി തിരിച്ചു ചോദിക്കുകയാണേ. ഞാൻ ശ്രുതി അങ്ങനെയല്ല പറഞ്ഞത്, ഇതുവരെ നമ്മുടെ സ്റ്റാഫാണല്ലോ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇനി എന്തായാലും ആരെയും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല, എല്ലാവരുടെതും കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെ ഇരിക്കണം, ഞാൻ രാവിലെ വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യുകയാണേ. ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ രേവതി എന്ന് വിളിച്ചുകൊണ്ട് ഇവനിങ്ങളെ ഡിന്നറൊക്കെ റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ അമ്മ ഇപ്പൊ റെഡി ആവും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് രേവതി. അതേസമയം ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് അരികിലേക്ക് വന്നിട്ട് ഭക്ഷണമൊക്കെ റെഡിയായോ എന്ന് ചോദിക്കണേ. ചപ്പാത്തി ചുടാനും കൂടി ഉള്ളൂ, ഇന്നെന്തായാലും ശ്രുതിക്ക് വേണ്ടിയിട്ട് നീ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറയണേ. അവർക്കും കൂടി ചേർത്തിട്ടാണ് അമ്മ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, വേണ്ടാന്നല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത്. ഇന്ന് ശ്രുതി വീട്ടിലേക്ക് വരില്ല എന്നുള്ള കാര്യം കൂടി നമ്മുടെ ചന്ദ്ര രേവതിയുടെ അടുത്ത് പറയുന്നത് ശ്രുതി കേൾക്കുന്നുണ്ട്. ശ്രുതി കേൾക്കാൻ വേണ്ടി തന്നെയാണ് ചന്ദ്ര അങ്ങനെ പറഞ്ഞത്. ആ വാക്കും പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. ശ്രുതി അവിടെ തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ ഇപ്പൊ ഫുഡ് റെഡിയാവും, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം എന്ന് രേവതി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ തനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ ചെയ്യുന്നത്. മുറിയിലെത്തിയതിനു ശേഷം ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അമ്മ ദേഷ്യത്തിലാണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഇന്ന് വരില്ല എന്നാണ് ശ്രുതി എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ എന്റെ അടുത്ത് പറയുന്നതിന് മുമ്പ് തന്നെ ആ വിവരങ്ങള് ആന്റി അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആന്റി പറഞ്ഞത് കൊണ്ട് തന്നെയായിരിക്കും ശ്രുതി ഇന്ന് വീട്ടിലേക്ക് വരാതിരിക്കുന്നത്. ഇപ്പോഴും അവൻ അമ്മയുടെ വാക്ക് കേൾക്കുന്നത് നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചത് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ശ്രുതി അവിടെ. തുടർന്ന് രവി വീട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. വന്നോടെ തന്നെ ശ്രുതി തിരികെ വന്നോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. വന്നു അച്ഛാ എന്ന് ശ്രുതി ഇന്ന് വരില്ല എന്നുള്ള കാര്യം ചന്ദ്ര അറിയിച്ച കാര്യം കൂടി രവിയെ അറിയിക്കുകയാണ് കേട്ടോ രേവതി ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് രവി അന്വേഷിക്കുമ്പോൾ എന്താണെന്നുള്ള കാര്യം അറിയില്ല. രാത്രി വരില്ല എന്നും ഭക്ഷണം ഉണ്ടാക്കണ്ട എന്നുള്ള കാര്യം അമ്മയാണ് പറഞ്ഞത്. അതിൽ നിന്ന് കാര്യം നമ്മുടെ രവിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ചന്ദ്രമതിയുടെ പണിയായിരിക്കും ഇത്. ഇന്ന് വരണ്ട എന്നുള്ള കാര്യം പറഞ്ഞതും ചന്ദ്ര തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ചന്ദ്രയുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ നമ്മുടെ രവി. തുടർന്ന് സച്ചി അങ്ങോട്ട് വന്നതാണ് കേട്ടോ കാണിക്കുന്നത്. രേവതിയുടെ അടുത്ത് അച്ഛൻ വന്നോന്ന് ചോദിക്കുന്നുണ്ട്. ആ അച്ഛനിതാ ഇപ്പൊ വന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് സുധിയുടെ കാര്യം ചോദിക്കുമ്പോൾ ഇന്ന് വരില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ അമ്മ പറഞ്ഞു എന്ന് പറയാണ്. അവള് വന്നിട്ടുണ്ട്, പക്ഷെ കുറെ നേരമായിട്ട് മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്, പുറത്തേക്ക് വന്നിട്ടില്ല. അല്ലെങ്കിലും അവൾ ചെയ്ത തെറ്റ് കാരണം ആരുടെങ്കിലും മുഖത്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അവൾക്ക്. അതുകൊണ്ടല്ല സച്ചിയേട്ടാ, എപ്പൊ നോക്കിയാലും ശ്രുതിയെ കാണുന്ന സമയത്തൊക്കെ അമ്മ ചീത്ത വിളിച്ചുകൊണ്ടാണ്. എന്തിന് നിങ്ങളുടെ ഏട്ടനെ കൊണ്ട് അവളുടെ അടുത്ത് സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. അവനും സംസാരിച്ചില്ല. ഇല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തായാലും നിങ്ങളെ ഏട്ടന്റെ അടുത്ത് ഇന്ന് ഇങ്ങോട്ട് വരണ്ട എന്നുള്ള കാര്യം അമ്മ മനഃപൂർവ്വം പറഞ്ഞതാണെന്ന് തോന്നുന്നത്. നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല സച്ചിയേട്ടാ, ശ്രുതിയോട് അമ്മയ്ക്ക് ദേഷ്യമാണല്ലോ. അത് മാത്രമല്ല, നിങ്ങളുടെ ഏട്ടനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് നിന്ന് ഒരു കാര്യം മറച്ചു വെച്ചു, അതും ശ്രുതി പറഞ്ഞിട്ട്. നിങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പൊ തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മയുടെ വാക്കിനേക്കാൾ കൂടുതൽ ശ്രുതിയുടെ വാക്കാണോ നിങ്ങളുടെ ഏട്ടൻ കേൾക്കുക എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടുപേരെയും പരസ്പരം സംസാരിക്കാനോ ചേരാനോ അനുവദിക്കാതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതെല്ലാം നിങ്ങളുടെ അമ്മ ചെയ്യുന്നുണ്ട്. ഇത് കേട്ട സച്ചി പറയുന്നുണ്ട് കേട്ടോ, ഇത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് കേടിപ്പണിയൊക്കെ ഒപ്പിച്ചത്. രണ്ടുപേരും ചെയ്തതിന് കൊടുത്തതിലൊന്നും തെറ്റില്ല. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരെ സംസാരിക്കാൻ അനുവദിക്കാതെ പിരിച്ചു നിർത്തുന്നത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. തെറ്റൊക്കെ തന്നെയാണ് സച്ചേട്ടാ, പക്ഷേ നിങ്ങളുടെ അമ്മ അത് തന്നെയല്ലേ ചെയ്യുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല രേവതി. പൗഡർ എടുത്തിയ വല്ല മഹാറാണിയെ പോലെയാണല്ലോ അമ്മ എപ്പോഴും സംസാരിച്ച് തലയിലേറ്റ് കൊണ്ടുനടന്നത്. അവള് ഇങ്ങനൊരു തെറ്റ് ചെയ്തപ്പോ അത് അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ വേണ്ടി പറ്റില്ല. ശ്രുതി മാത്രമല്ലല്ലോ തെറ്റ് ചെയ്തത്, നിങ്ങളുടെ ഏട്ടനും കൂടി ചേർന്നിട്ടല്ലേ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എപ്പോ നോക്കിക്കഴിഞ്ഞാലും അവൻ തെറ്റ് ചെയ്താലും ഇല്ല എന്ന് മാത്രമേ അമ്മ പറയാറുള്ളൂ. ഇപ്പൊ എന്താ അവൻ വീട്ടിലേക്ക് വരുന്നില്ലേ? ഇല്ല. ഇപ്പൊ അച്ഛൻ വന്നപ്പോഴും അതിനെ കുറിച്ച് തന്നെയാണ് സച്ചേട്ട ചോദിച്ചത്. ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വരില്ല എന്നുള്ള കാര്യം. അത് കേട്ടപ്പോ തന്നെ അച്ഛന്റെ മുഖവും വാടിയിട്ട് ഉള്ളിലേക്ക് കയറി പോയി. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അച്ഛന് മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടാവും. അമ്മയാണെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ പൊടിക്കുന്ന ഓരോ പണികളും ചെയ്യുന്നു. എന്തൊക്കെയാണെങ്കിലും ശ്രുതിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നത്. അവൾ അതുകൊണ്ടാണ് ഭക്ഷണം പോലും കഴിക്കാതെ ഉള്ളിൽ തന്നെ വിഷമിച്ചിരിക്കുന്നത്. സച്ചേട്ട പാവല്ലേ, ഞാൻ അവൾക്ക് കൊണ്ടുപോയിട്ട് ഭക്ഷണം എടുത്ത് കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോ അല്ലെങ്കിലും ആരെങ്കിലും പട്ടിണി കിടക്കുന്നത് കാണുമ്പോൾ നിനക്ക് സഹിക്കില്ലല്ലോ. അത് മറ്റൊന്നും കൊണ്ടല്ല സച്ചേട്ട, പണ്ട് എന്റെ അച്ഛന് ജോലിയില്ലാത്ത സമയത്തൊക്കെ ഉണ്ടല്ലോ ഞങ്ങള് പട്ടിണി കിടന്നിട്ടുണ്ട്. പട്ടിണി കിടന്നുകൊണ്ട് തന്നെ മറ്റുള്ളവര് പട്ടിണി കിടക്കുമ്പോൾ അതിന്റെ വേദന എന്താന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ വിശപ്പിന്റെ വില എന്താന്നുള്ള കാര്യം എനിക്കറിയാം. അതങ്ങനെ തന്നെയാണ് രേവതി. പട്ടിണി കിടന്നവർക്ക് മാത്രമാണല്ലോ പട്ടിണി കിടക്കുന്നവരുടെ വിഷമം എന്താന്നുള്ള കാര്യം മനസ്സിലാവത്തുള്ളൂ.
ഭക്ഷണം റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ കൊണ്ടുപോയിട്ട് കൊടുക്കുക എന്ന് പറയണേ. ശരി, ഞാൻ എന്തായാലും ഒന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോകുന്നുണ്ട്. ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. സച്ചിയേട്ടൻ എങ്ങോട്ടാ പോകുന്നത്? പുറത്ത് ചെറിയൊരു പണിയുണ്ട്, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് സുധിയുടെ ഷോറൂമിൽ സ്റ്റാഫൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, സാർ ഷോറൂം അടയ്ക്കുന്ന സമയമായല്ലോ, സാർ എന്താ വീട്ടിൽ പോകാത്തതെന്ന്. ഞാനിന്ന് കടയിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് സുധി പറയുന്നത് കേൾക്കുമ്പോൾ കാര്യം അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പുതിയ ലോഡ് വരാൻ വേണ്ടി പോവല്ലേ, അതെല്ലാം നോക്കിയിട്ട് ഞാൻ തന്നെ എൻട്രി ചെയ്തോളാം എന്ന് പറയാണ്. ലോഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സ്റ്റാഫ് അവിടുന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് എത്തുവാണ് കേട്ടോ. സച്ചി വന്നത് മറ്റൊന്നും കൊണ്ടല്ല, സുധി എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം അറിയാലോ. സുധിക്ക് ഭക്ഷണം മേടിച്ചിട്ടാണ് വന്നത്. എന്നാൽ സച്ചിയാണെങ്കിൽ ഭക്ഷണത്തിന് പൊതി മറച്ചു പിടിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറി വരുന്നത്. സച്ചിയെ കണ്ട ഉടനെ തന്നെ സുധി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ നീ ഇവിടെ ഈ സമയത്ത്? എന്തെങ്കിലും സാധനം മേടിക്കാൻ വേണ്ടി വന്നതാണോ എന്ന്? ഈ സമയത്താണോടാ നിന്റെ കടയിലേക്ക് സാധനം മേടിക്കാൻ വേണ്ടി വരുന്നത്? അല്ല, നീ എന്താണ് ഇന്ന് വീട്ടിലേക്ക് വരാത്തത്? എനിക്കിന്ന് ഇവിടെ കുറച്ച് ജോലിയുണ്ട്. ആർക്ക്? നിനക്കോ? സാധാരണ 10 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണാത്തവനാണ് നീ. അങ്ങനത്തെ നീയാണോ ഇവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് പോകുന്നത്? നീയായിട്ട് വരാതിരിക്കുന്നതാണോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ട് വരാതിരിക്കുന്നതാണോ? നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല എന്നാണോ? അത് പറഞ്ഞു കഴിഞ്ഞാലും ആരാ സമ്മതിക്കാൻ വേണ്ടി പോകുന്നതെന്ന് സച്ചി ഇങ്ങനെ പുറപ്പെറുക്കുന്നുണ്ട്. നീ എന്താടാ പറഞ്ഞതെന്ന് സുധി ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല, രാത്രിയിൽ രേവതി നിനക്കും കൂടി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോടാ? നിന്നെ കണ്ടാൽ തന്നെ അറിയാം ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. നീ എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബിരിയാണി മേടിച്ചോണ്ട് വന്ന എന്ന് പറഞ്ഞിട്ട് സുധിയുടെ മുന്നിലേക്ക് ആ ബിരിയാണിന്റെ ഇത് വെച്ചു കൊടുക്കുന്നുണ്ട്. ഭക്ഷണം മുന്നിൽ കൊണ്ട് വെച്ച ഉടനെ തന്നെ സുധി ഇങ്ങനെ സച്ചിയെ നോക്കുന്നുണ്ട്. നീ എന്താണ് നോക്കുന്നത്? ഞാൻ എന്തിനാണ് നിനക്ക് ഭക്ഷണം മേടിച്ചോണ്ട് വന്നതെന്നുള്ള കാര്യമല്ലേ? ചെറുപ്പം മുതലേ നീ അമ്മയുമായിട്ട് അടിയുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കും. എന്നിട്ട് രാത്രി വിശക്കുന്നേ എന്ന് പറഞ്ഞിട്ട് കരയും. പണ്ടത്തെ പോലെയൊന്നുമല്ല ഞാനെന്ന് സുധി പറയുന്നുണ്ടെങ്കിലും അപ്പൊ മുതൽ ഇപ്പൊ വരെ നിനക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലടാ. ഞാനും അതുപോലെ ശ്രീകാന്തും തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും വിശന്നാലും. പക്ഷെ നീയാണെന്നുണ്ടെങ്കിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഓടിപ്പോയിട്ട് വേഗം ഭക്ഷണം കഴിക്കുന്നവനല്ലേ. നിനക്ക് വിശപ്പ് സഹിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഭക്ഷണം മേടിച്ചോണ്ട് വന്നത്. സുധി ഇങ്ങനെ മടിച്ചു നിൽക്കുവാണല്ലോ, ആ ഇരുന്നിരിപ്പ് തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. നിനക്ക് ഇനി ഇതിനോ അമ്മയുടെ പെർമിഷൻ ചോദിക്കണോ? എടാ, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പുറത്തുള്ള എല്ലാ കടകളും അടയ്ക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാലേ ഒരു തുള്ളി വെള്ളം പോലും നിനക്ക് കിട്ടില്ല. മര്യാദയ്ക്ക് വന്ന് കഴിക്കാൻ വേണ്ടി നോക്ക് എന്ന് പറഞ്ഞ് സച്ചി വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സുധി വന്നിട്ട് കഴിച്ചോണ്ടിരിക്കുകയാണേ. സുധിയാണെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എടാ, മെല്ലെ കഴിക്കടാ. ആ കഴിപ്പ് കാണുമ്പോൾ തന്നെ നന്നായിട്ട് വിശന്നിട്ടാണ് കഴിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് സച്ചി, എന്തിനാടാ ഇത്രയും വിശന്നിട്ട് നീ ഭക്ഷണം കഴിക്കാണ്ടിരുന്നത്? നമ്മുടെ ദേഷ്യവും വാശിയൊക്കെ ഉണ്ടല്ലോ, ഒരിക്കലും ഭക്ഷണത്തിനോട് കാണിക്കാൻ വേണ്ടി പറ്റില്ല. വേറെ എന്തിനോട് കാണിച്ചാലും. കാരണം ഒരു ദിവസം നമുക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടണമെന്ന് വിചാരിച്ചാൽ പോലും കിട്ടില്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കേ. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ, എടാ, ആ പണം കിട്ടിയ ഉടനെ തന്നെ നീ വീട്ടിൽ വന്നിട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? എന്തിന് ഞങ്ങളുടെ അടുത്ത് ആരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നിനക്ക് അമ്മയുടെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നോ? അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകൻ നീയായിരുന്നില്ലേ? അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ശ്രുതി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കഴിക്കാം, പക്ഷെ ശ്രുതിയോ എന്ന് ചോദിക്കുമ്പോ ആ വിഷമം നിനക്ക് വേണ്ട. ശ്രുതിക്ക് ഭക്ഷണം എടുത്തോണ്ട് പോയിട്ട് രേവതി കൊടുത്തോളാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ ഭക്ഷണം കഴിക്കേ. എടാ, ഞാനും അമ്മയും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല, പക്ഷെ എങ്കിലും ഞാൻ ഒരിക്കലും അമ്മയുടെ അടുത്ത് കള്ളം പറഞ്ഞിട്ടില്ല. പിന്നെ നീ എന്തിനാണ് കള്ളം പറയാൻ വേണ്ടി പോയത്? നീ എന്താ എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം മേടിച്ചോണ്ട് വരണമായിരുന്നോ? അതിനിടയ്ക്ക് ചുമ വരുന്നുണ്ട്, മര്യാദയ്ക്ക് നോക്കിയും കണ്ടൊക്കെ കഴിക്കടാ, വെള്ളം എടുത്ത് കുടിക്കടാ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കുന്നത് ചുമ വന്നതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിന്നെ ആരാടാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ നിന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചുകൊണ്ട് പോയ ആ വിശ്വനാഥനായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലല്ല, അവൻ എന്തിനായിരിക്കും നിന്നെ കുറിച്ച് ചിന്തിക്കുന്നത്? ഇനിയിപ്പോ അടുത്തത് ആരെയാണ് പറ്റിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ. എന്തായാലും നിന്നെ കുറിച്ച് ചിന്തിക്കുന്നത് നിന്റെ ഭാര്യ തന്നെ ആവാനാണ് ചാൻസ് എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം അവർ തമ്മിൽ പിരിക്കാനാണല്ലോ അമ്മ നോക്കുന്നത്. സച്ചി ആണെങ്കിൽ അവർ രണ്ടുപേരും തമ്മിൽ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ഭാര്യ ഭർത്താക്കന്മാരുണ്ടാവുന്ന സമയത്ത് അടിപിടി ഇതൊക്കെ സഹജമായിട്ടുള്ള കാര്യമാണ്. ഞാൻ രേവതി തമ്മിൽ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ക്വാർട്ടർ അടിച്ചിട്ട് ഞാൻ കാറിൽ തന്നെ കിടന്നു പോകും. ഇതൊക്കെ സഹജമായിട്ടുള്ള കാര്യം തന്നെയാണ്. എടാ, നീ ആ പണം എടുത്തിട്ട് അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, അച്ഛൻ നിനക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരില്ലായിരുന്നോ? എന്റെ അടുത്തും അതുപോലെ ശ്രീകാന്തിന്റെ അടുത്തും ചോദിച്ചിട്ട് നിനക്ക് ഷോറൂം ആരംഭിക്കണമെങ്കിൽ അത് അച്ഛൻ ആരംഭിച്ചു തരില്ലായിരുന്നോ? അച്ഛന് നമ്മുടെ സന്തോഷത്തെക്കാൾ വലുത് എന്താണ് ഇവിടെ ഉള്ളത്? അങ്ങനെ ഭക്ഷണമൊക്കെ ഏകദേശം മുഴുവൻ കഴിച്ചു കഴിഞ്ഞിട്ടോ, എടാ, നീ ഫ്രീ ആയിട്ട് ഭക്ഷണം മേടിച്ചോണ്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ അഡ്വൈസ് ഒന്നും ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. പിന്നെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ടാക്കിയ ഷോറൂമാണ് ഇത്. ഭക്ഷണം മേടിച്ചുകൊണ്ടെന്ന പേരും പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നീ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നു വേണ്ട. എന്ത് പ്രതീക്ഷിക്കേണ്ടെന്ന് സച്ചി ചോദിക്കുമ്പോ ഈ ഷോറൂം അടിച്ചു മാറ്റാനുള്ള വിദ്യൊന്നും നീ നോക്കണ്ട. ഇത് കേട്ടോടനെ തന്നെ സച്ചിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നെക്കൊണ്ടൊക്കെ ഇങ്ങനെ മാത്രമേ ചിന്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ചെറുപ്പം മുതലേ വിശപ്പ് സഹിക്കാൻ വേണ്ടി പറ്റാത്തവനാണല്ലോ നീ. പാവം കൂടെ പറഞ്ഞവനല്ലേ. വിശപ്പ് സഹിച്ചിട്ട് ഇവിടെ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നിനക്ക് ഭക്ഷണം മേടിച്ചോണ്ട് വന്നതാണടാ ഞാന്. മൂക്കുമുട്ട തിന്നിട്ട് ഞാന് എങ്ങനെ കട കൈക്കലാക്ക എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന എന്നുള്ള കാര്യം നീ
പറഞ്ഞില്ലടാ. എടാ നീ ഏത് രീതിയിലാണ് ചിന്തിക്കാന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ശ്രുതി സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്. എടാ നിന്നെ പോലെ ഇങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി എനിക്കില്ല. നീ പട്ടിണി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കൊണ്ടു തന്നൊക്കെ പറയുമ്പോഴേക്കും നീ വെറുതെ സെന്റിമെന്റ് ഒന്നും പറഞ്ഞിട്ട് എന്നെ വീഴ്ത്താൻ വേണ്ടി നോക്കണ്ടെന്ന് ശ്രുതി പറയുകയാണ് കേട്ടോ. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്നെ പോലെ ഒരേ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പണം മേടിക്കുന്ന പണിയൊന്നും എനിക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. എനിക്ക് കാർ ഓടിക്കാൻ അറിയാം, ആ ജോലിയുണ്ട്, അത് മാത്രം മതി എനിക്ക്. എങ്ങനെയാണ് നിനക്ക് മാത്രം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നത്? ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട് കൊരങ്ങന്മാരെ മനുഷ്യന്മാരെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് പാന്റും ഷർട്ടൊക്കെ എടുത്തിട്ട് വിടും. അതും കയ്യും കാലം കൊണ്ടൊക്കെ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവസാനം അത് കൊരങ്ങനല്ലേ, എത്രയായാലും അതിന്റെ തനി സ്വരൂപം കാണിക്കും. അങ്ങനെ തന്നെയാണല്ലോ നീയും. നിന്റെ ബുദ്ധി ഒരിക്കലും മാറാൻ വേണ്ടി പോകുന്നില്ല. എടാ ഇങ്ങോട്ട് നോക്കടാ, നീ തനിയെ ഒറ്റയ്ക്കിരുന്ന് കണ്ട് വെട്ടി ഒഴുകുന്നുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് നീ എനിക്ക് വേണമെന്നുള്ള കാര്യം ചോദിച്ചായിരുന്നോ? ഭക്ഷണം കഴിച്ചോ എന്നുള്ള കാര്യം നീ ചോദിച്ചോടാ. എത്രയായാലും നീ നിന്റെ തനി കോണം കാണിച്ചു. മൂക്കമുട്ട തിന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു നേരെങ്കിലും നീ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് നിനക്ക് ഞാൻ ഭക്ഷണം മേടിച്ചോണ്ട് വന്നത്. നിന്നെ ഞാനൊരു ഏട്ടനെ പോലെ കാണാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒരിക്കൽ പോലും നീ എന്നെ അനിയനായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. നിനക്കൊക്കെ ഭക്ഷണം മേടിച്ചോണ്ട് വന്ന എന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യം പിടിച്ച് അവിടുന്ന് പോവാണ് കേട്ടോ. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ രേവതിക്കും ശ്രുതിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഉണ്ടാവുന്നത് കേട്ടോ. രേവതി കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക്. ശ്രുതിയാണെങ്കിൽ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് രേവതി പോകുമ്പോഴേക്ക് രേവതി പറഞ്ഞിട്ട് ഒറ്റ നിർത്തിക്കലാണ്. എന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കാണുമ്പോൾ നിനക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ടാവും അല്ലേ, നീ എന്തൊക്കെയാ ശ്രുതി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല നിനക്ക് മാത്രമാണല്ലോ ഇത്രയും നാളെ ആന്റിയുടെ അടുത്ത് ചീത്ത കേട്ടോണ്ടിരുന്നത്, ഇപ്പോ എന്നെ അടിക്കും കൂടി ചെയ്തപ്പോ അത് നിനക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ടാവും അല്ലേ. അങ്ങനെ മറ്റുള്ളവരുടെ ദുഃഖം കണ്ടിട്ട് സന്തോഷിക്കുന്ന ആൾക്കാരല്ല ഞാന്. എന്തൊക്കെയാണെങ്കിലും രേവതി എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങളുടെ മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടാവും എന്നുള്ള കാര്യം. നിന്റെ ഹസ്ബൻഡ് ആണല്ലോ ഞങ്ങളെ കോർട്ടിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്നത് പോലെ ചെയ്തത്. ഇതിനെക്കുറിച്ചൊക്കെ നീ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുക. ഇത് നോക്ക് ശ്രുതി, സച്ചേട്ടൻ പറഞ്ഞത് ഇല്ലാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ, ഓരോന്ന് ചെയ്തു വെക്കുന്ന സമയത്ത് ആലോചിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി. വെറുതെ രണ്ടുപേരും ആവശ്യമില്ലാത്ത പഠിക്ക് നിന്നതല്ലേ, വല്ല ആവശ്യം ഉണ്ടായിരുന്നു? രണ്ടും അവിടെ പട്ടിണി കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു.